ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോഴേ നമുക്കിന്നൊരു തക്കാളി ചോറ് ഉണ്ടാക്കിയാലോ? വെറും തക്കാളി ചോറല്ല കേട്ടോ, നല്ല അടിപൊളി തക്കാളി ചോറാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല. കുക്കറിൽ ഒരു ഒറ്റ വിസിൽ കേൾക്കുന്ന താമസം മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കർ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണോളം എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ എന്തൊക്കെ സ്പൈസസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2-3 ഏലക്ക, 2-3 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു ബേ ലീഫ്, ഒരു തക്കോലം, ഇത് ഇത്രയാണ് ഇട്ടേക്കുന്നത് കേട്ടോ. ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മുടെ കയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അതുകൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനി അതൊന്ന് ചൂടായിട്ട് വരട്ടെ. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ സവാള എൻ്റെ കയ്യിൽ തീരെ ചെറിയ സവാളയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനൊരു 3-4 എണ്ണം ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിൽ വലുതാണെങ്കിൽ 2 എണ്ണം മതിയാവും കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് വഴറ്റി സമയം കളയൊന്നും വേണ്ട, നമുക്കൊന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ സവാള എല്ലാം ഏകദേശം ഈ ഒരു രീതിയിൽ ഒന്ന് വെന്ത് വന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു 1/2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും ഒരു 4-5 വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചതച്ച് തന്നെ ചേർക്കണമെന്നില്ല കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റാണുള്ളതെങ്കിൽ അതൊരു ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചതച്ച് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക രുചി ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചതച്ച് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ തക്കാളി ഞാനിപ്പോൾ ഇവിടെ അരിഞ്ഞല്ല ചേർത്ത് കൊടുത്തേക്കുന്നത്. ഒരു 3 മീഡിയം സൈസിലുള്ള തക്കാളി മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് അത് ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വേറെ വരും. നമ്മൾ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നതിനെക്കാട്ടി ഇങ്ങനെ അരച്ച് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി ഒരു എന്താ പറയുക, തക്കാളിയുടെ ഒരു ഫ്ലേവർ കൂടുതൽ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ തക്കാളിയെല്ലാം ഏകദേശം ഒന്ന് വെന്ത് വരുന്ന സമയമാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയാണ്. ഞാനിവിടെ ഒരു കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടിയാണ്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്. അതൊരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ പൊടികളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. പൊടിയുടെ പച്ചമണം എല്ലാം ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം തൈര് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ തൈര് ചേർക്കണമെന്നും നിർബന്ധമില്ല കേട്ടോ. തൈര് വേണ്ടാന്നുള്ളവർക്ക് തൈര് സ്കിപ്പ് ചെയ്ത് കൊടുക്കാം, നമുക്ക് വേണ്ട എന്ന് വെക്കാം. ഇനി ഈ തൈരും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്, അപ്പോൾ ഞാനിവിടെ തൈര് ചേർക്കുന്നുണ്ട്. തൈരും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഇപ്പോൾ മല്ലിയില മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ പുതിനയില കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിനയില കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. പക്ഷേ പുതിനയില ഇടുമ്പോൾ മല്ലിയില ഇടുന്നതിൻ്റെ അത്രയും പുതിനയില ഇടണ്ട കേട്ടോ, അതിൻ്റെ പകുതി ഇട്ടാൽ മതിയാവുമേ. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. നമുക്ക് അരി വേവാനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പം നമ്മൾ എത്രത്തോളമാണ് അരി എടുക്കുന്നത്, അപ്പം ഞാനിവിടെ ബിരിയാണി റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാനിവിടെ 2 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ 4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ അരിക്കും വേവിന് വ്യത്യാസം ഉണ്ടാകും. ചില ബിരിയാണി അരികളെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമൊക്കെ മതിയാവുമല്ലോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ എടുത്ത അരിക്ക് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം വേണം കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ സമയത്ത് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് വെള്ളം ഒന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യണം. വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരി ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഒന്ന് തിളപ്പിക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് കുക്കർ അടച്ച് വെച്ച് പിന്നെ തീ ലോ ഫ്ലെയിമിലാണ് ഇടുന്നത്. ലോ ഫ്ലെയിമിലിട്ട് നമുക്കിത് ഒരൊറ്റ വിസിൽ കേട്ടാൽ മതി കേട്ടോ. അധികം ഒന്നും വേണ്ട, ലോ ഫ്ലെയിമിൽ തന്നെ ഇടണം. ലോ ഫ്ലെയിമിലിട്ട് ഒരൊറ്റ വിസിൽ കേട്ട് കഴിയുമ്പോൾ നമ്മുടെ തക്കാളി ചോറ് റെഡിയായി കിട്ടും. അപ്പോൾ ഇപ്പം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നമ്മൾ വിസിലൊക്കെ കേട്ട് ഇതിൻ്റെ ആവിയൊക്കെ പോയി കഴിഞ്ഞ് ഞാനിത് തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ തക്കാളി ചോറ് സെറ്റായിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒന്നും കൂടെ ഒന്ന് സെറ്റായി വരും. ഇപ്പോൾ കറക്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. പെട്ടെന്ന് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാനൊക്കെ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ.
അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇനി ഒരു പ്രാവശ്യം ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യണം. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്.